ഇടുക്കി കൊമ്പടിഞ്ഞാലിൽ 4 പേർ വെന്തു മരിച്ച സംഭവത്തിൽ അന്വേഷണം ഇപ്പോഴും ഇഴയുകയാണ്. അപകടം നടന്ന് 1 മാസമായി. ഈ 1 മാസമായിട്ടും തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. സംഭവം കൊലപാതകമാണെന്ന് ആവർത്തിക്കുകയാണ് ഈ പ്രദേശവാസികൾ. കൊമ്പടിഞ്ഞാൽ സ്വദേശിയായ ശുഭയും 2 മക്കളും ശുഭയുടെ അമ്മയും വെന്തു മരിച്ചിട്ട് നാളെ 1 മാസമാവുകയാണ്. ഇപ്പോഴും തീപിടുത്ത കാരണം വ്യക്തമല്ല. പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. അന്വേഷണം വഴിമുട്ടിയിരിക്കുന്നു. സംഭവം നടന്നിട്ട് നാളെ 1 മാസം. വീടിന് തീപിടിക്കാനുള്ള കാരണം ഇപ്പോഴും അവ്യക്തം. അന്വേഷണം വഴിമുട്ടി. ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെയും ഫോറൻസിക് വിഭാഗത്തിന്റെയും റിപ്പോർട്ട് ലഭിക്കാത്തത് പ്രതിസന്ധിയാണെന്ന് പോലീസ് പറയുന്നു. ശുഭയ്ക്കും കുടുംബത്തിനും സ്വയം തീവെച്ച് ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. അതിനാൽ കൊലപാതകമാണെന്ന സംശയത്തിൽ ഉറച്ചു നിൽക്കുകയാണവർ. തീപിടുത്തം സ്വാഭാവികമായിട്ട് പിടിച്ചേക്കുന്നല്ല. ഇത് പുറത്തുനിന്ന് ആരോ തീ കൊടുത്ത ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് നാട്ടുകാരെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. സ്വയമേ ചെയ്യൽ 100%. അങ്ങനെയാണ് 4 വർഷം മുമ്പ് മോനായി മരിച്ചപ്പോൾ ഇത് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത് ഒരു സ്വയമേ ചെയ്യത്തില്ല. ഇത് ആര് ചെയ്തു, എങ്ങനെ ചെയ്തു എന്ന് നമുക്കറിയണം. 4 പേരുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ് എന്നിവ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ശുഭാവസാന സമയങ്ങളിൽ ആശയവിനിമയം നടത്തിയവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. 4 പേരുടെ മരണം കൊലപാതകമെന്ന് നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നു. ആരായിരിക്കും അതിനു പിന്നിൽ? എന്തായിരിക്കും കാരണം? സംഭവം നടന്ന് 1 മാസം പിന്നിടുമ്പോഴും ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.